ചില കാര്യങ്ങൾ ആദ്യമായി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വഴിവെട്ടി പോകുന്നതിന് ഒരു പ്രത്യേക വിലയായിരിക്കും. അതൊരു വ്യക്തിയായാലും അതൊരു സാധനമായാലും. അതുപോലെ ആദ്യമായി ഇന്ത്യൻ ഓട്ടോമൊബൈൽ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ്, ഒരു മിഡ് സൈസ് SUV എന്ന് പറയുന്ന സെഗ്മെൻ്റ് ഉണ്ടെന്നും അതിലേക്ക് ഇങ്ങനെ ഒരു മികച്ച രീതിയിൽ ഒരു കാർ ഇറക്കാമെന്നും കാണിച്ചു തന്ന ഒരു ബ്രാൻഡാണ് റെനോ. അവരുടെ ആ കാറിൻ്റെ പേരായിരുന്നു റെനോ ഡസ്റ്റർ. റെനോയ്ക്ക് ഒരു സബ് ബ്രാൻഡ് ഉണ്ട്, ഡാസിയ എന്ന് പറയുന്നത്. 1999 റെനോ ഏറ്റെടുത്ത കമ്പനിയാണ് ഡാസിയ. ഡാസിയയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഈട് നിൽക്കുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാർ ഇറക്കുക എന്നുള്ളതാണ്. അങ്ങനെ റെനോ ഇന്ത്യയിൽ ഇറക്കിയ ഒരു വാഹനമാണ് ലോഗൻ എന്ന് പറയുന്നത്. 2007 സമയത്ത് ഇന്ത്യയിൽ ഇറക്കിയ ഒരു വാഹനമാണ് ലോഗൻ. ഈ ലോഗൻ എന്ന് പറയുന്ന വാഹനം ഉപയോഗിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു യാത്രാ സുഖവും ആ വാഹനം ഓടിക്കുമ്പോഴുള്ള ഒരു ഫീലും, ഒരു വെയ്റ്റഡ് ഫീലുണ്ട്, വളരെ കംഫോർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് അത്രയധികം ഫ്ലീറ്റ് വാഹനങ്ങളായിട്ട്, ടാക്സി വാഹനങ്ങളായിട്ട് പോയത്. എന്തൊക്കെ നല്ല രീതിയിൽ ഇറക്കിയെന്ന് പറഞ്ഞാലും നല്ലൊരു രൂപഭംഗി ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ കുറേ അഭിമാനകരമായ പ്രശ്നങ്ങളും ഇന്ത്യയിൽ ഒരു വാഹനത്തെ സംബന്ധിച്ചുണ്ട്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ബോക്സി ഡിസൈൻ, പിന്നെ കുറേയധികം ടാക്സി വാഹനങ്ങളായിട്ട് വന്നു എന്നുള്ള കാരണങ്ങൾ കൊണ്ടും വേറെ കുറേ മാനുഫാക്ചറിങ് ഇൻറ്റേർണൽ R&Dയുടെ പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ തോറ്റുപോയ ഒരു വാഹനമാണ് ലോഗൻ. അത് പിന്നെ മഹേന്ദ്ര വെറിട്ടോ ആയിട്ട് മാറി. ഓക്കെ, അപ്പം ഈ ലോഗൻ്റെ BO എന്ന് പറയുന്ന അതേ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഒരു വാഹനമാണ് ഡസ്റ്റർ. ഇറങ്ങുന്നതിന് മുമ്പ് അവർ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തു, ഇന്ത്യക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തു, അവർക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കി. അങ്ങനെ നോക്കിയ ശേഷം 2010 ഇത് ഗ്ലോബലി ഇറങ്ങിയ ഒരു വാഹനമാണ് ഡസ്റ്റർ. അത് 2012 ഇന്ത്യയിൽ വന്നു. ഒരു 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനും ഒരു 1.5 ലിറ്റർ K9K ഡീസൽ എഞ്ചിനുമായിട്ട്. ഈ K9K ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. മെഴ്സിഡീസിൻ്റെ A ക്ലാസ്സിലും C ക്ലാസ്സിലും GLAയിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എഞ്ചിനാണ് ഈ 1.5 K9K ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്. അത് 2 പവർ വേരിയൻറ്റിലാണ് ഇന്ത്യയിൽ വന്നത്, 85 PS ആൻഡ് 110 PS. അത് തന്നെ അവരുടെ ഒരു വലിയൊരു R&Dയുടെ മികവായിരുന്നു. കാര്യം ഇന്ത്യയിൽ ഒന്ന് ഹൈവേ ഡ്രൈവ്സ് കൂടുതൽ ആവശ്യമുള്ളവരായിരിക്കും, 2 കൂടുതൽ സിറ്റി ഡ്രൈവ്സ് ആവശ്യമുള്ളവർക്കായിരിക്കും. സിറ്റി ഡ്രൈവ്സ് ആവശ്യമുള്ളവർക്ക് വളരെ പെപ്പി ആയിട്ട് ഇനീഷ്യൽ ടോർക്ക് കൊടുക്കുന്ന ഒരു 85 PS ഹൈവേ ഡ്രൈവ്സ് ആവശ്യമുള്ളവർക്ക് മിഡ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു 110 PS ഇറങ്ങി. അതുകൊണ്ടാണ് ഈ 110 PS ഓടിക്കുമ്പോൾ അതിനൊരു ലാഗ് ഉണ്ടെന്ന് പറയുന്നതിന് പ്രധാന കാര്യം. വേറെ കാര്യങ്ങളും ഉണ്ട്. കാര്യം 85 PS ടർബോ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ജോമെട്രി ടർബോ ആണ്. അതിന് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. മറ്റേ 110 PS എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ജോമെട്രിയാണ്, അതിന് പിക്കപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. സോ അങ്ങനെ കുറേ, പിന്നെ ട്യൂണിങ്ങിൻ്റെ വ്യത്യാസവും. സോ ഒരേ എഞ്ചിന് തന്നെ ടർബോ വ്യത്യാസം വരുത്തി, ട്യൂണിങ്ങിന് വ്യത്യാസം വരുത്തിയാണ് അവരത് ചെയ്തത്. സോ ഡസ്റ്റർ എന്ന് പറയുന്നൊരു വാഹനം കൊള്ളാം, ഭയങ്കരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ വാഹനം ഈ പറയുന്ന 1.5 K9K ഡീസൽ എഞ്ചിനുള്ള വാഹനങ്ങളാണ്. സോ പിന്നീട് അവർ അതിന് ഓൾ വീൽ ഡ്രൈവ് കൊണ്ടുവന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. അത് മോട്ടോ ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്, അതായത് വേണ്ടപ്പം വേണ്ട വീലിലേക്ക്, റിയർ വീലിലേക്ക് പവർ കൊടുക്കുന്ന രീതിയിൽ. പിന്നെ ഫുൾ ടൈം ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അപ്രോച്ച് ആൻഡ് ഡിപ്പാർച്ചർ ആംഗിൾ, അതായത് ഓരോ സാധനത്തിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് തട്ടാതെയും ബാക്ക് തട്ടാതെയും പോകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ആംഗിളുണ്ട്. ആ ആംഗിളും ഇതിൻ്റെ നല്ല മികച്ച രീതിയിലുള്ളതായിരുന്നു. പിന്നെ പ്രധാനമായും വാഹനത്തിൻ്റെ ഡിസൈൻ, ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണ്. ബാക്കിൽ ഡസ്റ്ററിൻ്റെ ബാക്ക് ഡിസൈൻ കിടിലമാണ്. ഒരു വണ്ടിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഡിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് ബാക്ക്. എന്നെ സംബന്ധിച്ച് എൻ്റെ ബാക്ക് ഡിസൈൻ വളരെ നൈസാണ്. എൻ്റെ ഡിസൈനും വളരെ നൈസായിരുന്നു, ഭയങ്കര പ്രാക്ടിക്കലായിട്ട്. പിന്നെ മെയിനായിട്ടും റൈഡ് കംഫോർട്ട് ആയിട്ടും ഈ ഡസ്റ്റർ വാഹനങ്ങളുടെ സൈഡ് വോൾ തിക്നെസ് കൂടുതലായിരുന്നു ടയറിൻ്റെ. ഇതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര ലോങ് ട്രാവലായിരുന്നു. പെട്ടെന്ന് വന്ന് ഒറ്റയടി അടിക്കത്തില്ല. ലോങ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോത്ത് ഫോർഡിലേക്ക് ഇതിനെ ഇറങ്ങി ചെന്നാൽ നമുക്ക് ആ ഒരു അടി വരാതിരിക്കും. പിന്നെ ഇതിൻ്റെ റിയറിലെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റേ വീലിനെ അറിയിക്കാതെ ഒരു വീലിന് കട്ടറി ചാടാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഓഫ് റോഡ് എടുക്കാനുള്ള കഴിവുണ്ട്, ഓഫ് റോഡ് ഇമ്പാക്റ്റ് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. സോ അത് കഴിഞ്ഞൊക്കെ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് മോഡിഫിക്കേഷൻസ് വന്നു. പിന്നെ ഇടയ്ക്ക് ഓട്ടോമാറ്റിക് വന്നു. ഓട്ടോമാറ്റിക് വന്നപ്പോൾ ഒരു 1.5 പെട്രോൾ എഞ്ചിൻ വന്നു. എനിക്ക് തോന്നുന്നു അത് ടർബോ ഉള്ളതായിരുന്നെന്ന് തോന്നുന്നു. പിന്നീട് വന്ന് 2020 ആയപ്പോൾ ഡീസൽ നിർത്തി കഴിഞ്ഞപ്പോൾ കുറേയധികം എഞ്ചിൻ ഓപ്ഷൻസ് വന്നു. പിന്നെ ഒരു 1.3 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്. അത് ഡെയിൽമറുമായിട്ട് ബെൻസുമായിട്ട് തന്നെ അവർ സംയോജിപ്പിച്ച് നിസാൻ്റെ
ഒരു ടെക്നോളജി ഉണ്ട്. ഈ സിലിണ്ടറിൻ്റെ അകത്തൊക്കെ ലൈനിങ് കൊടുക്കും, ഒരു പ്രത്യേക അലോയുടെ ഒരു ലൈനിങ് കൊടുത്തിട്ട് കൂടുതൽ നീണ്ടു നിൽക്കാനായിട്ടൊക്കെ. അങ്ങനെ ലൈനിങ് ഒക്കെ കൊടുത്ത് ഇറക്കിയ ഒരു കിടിലൻ എഞ്ചിനാണ്. അതായത് ഡസ്റ്ററിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1.3 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. എനിക്ക് തോന്നുന്നു 160 PS പവർ ഏതാണ്ടുണ്ട് അതിന്, ആൻഡ് 240 Nm ടോർക്ക് ഏതാണ്ട്. ഭീകരം അത്. സോ ഞാൻ ഇപ്പോൾ ഉള്ള ഒരു എഞ്ചിൻ ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഈ പറയുന്ന 1.3 ലിറ്റർ ഇപ്പോഴും ഉണ്ട്. പുതിയ ഇറങ്ങിയതിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു യൂസ്ഡ് മാർക്കറ്റിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയുള്ളൊരു കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രയോറിറ്റി പറഞ്ഞുതരാം. 85 PS 1.5, 110 PS 1.5, പിന്നെ ഈ പറയുന്ന 1.3 ലിറ്റർ ടെർബോ പെട്രോൾ. ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. കംപ്ലൈൻസ് മെയിനായിട്ടും ഒരു 60,000 കിലോമീറ്റർ കഴിഞ്ഞായിരിക്കും കൂടുതലും വരുന്നത്. മെയിനായിട്ട് നിങ്ങൾ കേട്ടുള്ളതായിരിക്കും എല്ലാവരും തന്നെ. ഒരു ഇഞ്ചക്ടർ കംപ്ലൈൻസ് വരും. ഇഞ്ചക്ടർ 85 PS വരുന്നത് ഡെൽഫിയുടെ ഒരു ഇഞ്ചക്ടറാണ്. 110 PS എനിക്ക് തോന്നുന്നു കോണ്ടിനെൻ്റലിൻ്റെ ഇഞ്ചക്ടർ എന്തോ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചക്ടർ മെയിനായിട്ടും കുറേയൊക്കെ അധികം കറക്റ്റായിട്ട് നോക്കാത്തതിൻ്റെയും ഈ പറയുന്ന പോലെ പെട്രോള് ഇഞ്ചക്ടറിന് കംപ്ലൈൻറ്റ് വരുന്ന ഞാൻ വേറെ വീഡിയോയിൽ പറയാം. ഇഞ്ചക്ടറിന് എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് വരും. ഓക്കെ, സോ അങ്ങനെ ഫേസ് ചെയ്യാനുള്ള കാര്യമുണ്ട്. പിന്നെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു 60,000 കഴിയുമ്പം ഇതിൻ്റെ സസ്പെൻഷന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ബുഷസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റേണ്ട ഒരവസ്ഥ വരും. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഒരു കണ്ടുവരുന്ന കംപ്ലൈൻറ്റ്സ്. ഇത് പ്രതീക്ഷിച്ച് ഈ വാഹനം എടുക്കാവുള്ളൂ. ഇഞ്ചക്ടർ കംപ്ലൈൻറ്റ്സ് നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ കുഴപ്പമില്ലാതെ എടുത്താലും നിങ്ങൾ ഒരു 80,000 അല്ലെങ്കിൽ 1,00,000 ആകുമ്പോൾ നിങ്ങൾക്ക് വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. സോ എക്സ്പെക്ട് ദാറ്റ്. അതർ ദാൻ ദാറ്റ് അതിന് അത്യാവശ്യം ചിലവ് വരും. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഈ വാഹനത്തിൻ്റെയൊക്കെ എൻജിൻസ് കറക്റ്റായിട്ട് നിങ്ങൾ സർവീസ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ലക്ഷം ചുമ്മാ ക്രൂസ് ചെയ്യും, വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. സോ ദിസ് ഈസ് മൈ ഷോർട്ട് വീഡിയോ അബൌട്ട് Renault Duster.